യാത്രകളും സൗഹൃദങ്ങളുമാണെന്ന് തോന്നുന്നു പ്രവാസ ജീവിതത്തിൽ ആം, കുറേയൊക്കെ ആശ്വാസമായിട്ട് ആം, ഇത്രയും കാലം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അത് പഴയ സുഹൃത്തുക്കളാണെങ്കിലും ശരി, പുതിയ സുഹൃത്തുക്കളാണെങ്കിലും ശരി. ഞങ്ങളൊരു 12 വർഷത്തിന് ശേഷമാണ് തമ്മിൽ കണ്ടുമുട്ടുന്നതും. പക്ഷേ ആ ഒരു സ്നേഹവും കരുതലും ഒന്നും പോയില്ല. പണ്ടത്തേക്കാളും കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ തോന്നിയപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവൊക്കെ പോയി. ആം, നല്ല വിശപ്പായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എങ്ങോട്ട് പോകണം എന്നൊക്കെ ആം, ആലോചിച്ചു. അങ്ങനെയാണ് ഒരു മ്യൂസിയം ഉണ്ട്, റെയിൽ മ്യൂസിയം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തി നമുക്കൊരു ചെറിയൊരു മ്യൂസിയമാണ്, ഒരു ബിൽഡിങ്ങാണ്. അവിടുത്തെ ഒരു ഗൈഡായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് ഈ കാണുന്ന ഒരു അപ്പാപ്പൻ. പുള്ളിക്കൊരു 90+ ഇയേഴ്സ് ഉണ്ട്. പക്ഷേ പുള്ളിക്ക് നടക്കാൻ പറ്റുന്നില്ല, പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പുള്ളീൻ്റെ ഓർമ്മ പോവാണ്. അപ്പം പക്ഷേ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് എന്താ മറന്നു പോകുന്നുണ്ട്, ഞാൻ തിരുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമുക്കത് പറഞ്ഞു തരാം. അപ്പം ഞങ്ങൾക്ക് ഈ മ്യൂസിയം കണ്ടതിനേക്കാൾ ഉപരി പുള്ളിയുടെ ആ ഡെഡിക്കേഷനും അതും ഇത്രയും പ്രായമായിട്ടും ജോലി ചെയ്യാനുള്ള ആ ഒരു മനസ്സും ആ ജോലി കൊടുക്കാനുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ മനസ്സും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു റെസ്പെക്റ്റും സന്തോഷവും സങ്കടമൊക്കെ കൂടി തോന്നി. എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. കാരണം നമ്മളെ നാട്ടിൽ പ്രായമായി കഴിഞ്ഞാൽ ജീവിതമേ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതായിരിക്കും കുറച്ചുകൂടി പ്രായമായവർക്കും സന്തോഷം. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കട്ടെ സന്തോഷത്തോടു കൂടി. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കണ്ട് മാറണം എന്നുണ്ട്, മാറട്ടെ. അങ്ങനെ സൗഹൃദങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്ത ഒരു എൻജോയ്മെൻറ്റോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.